വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുമെന്ന് പറഞ്ഞാൽ അത് കള്ളമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളോട് ഒരുപാട് പേരുടെ അടുത്ത് ഉപദേശിക്കുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കണം എന്ന്. പക്ഷേ ഞാൻ ആ കാര്യം ചെയ്തില്ല. തണുപ്പ് കാലമായപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ദാഹം ഉണ്ടായില്ല. അതൊട്ടും വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി ഇല്ലാത്ത കാരണം മറന്നു പോകാറായിരുന്നു പതിവ്. അപ്പോൾ അതിപ്പോൾ അത് അസുഖമായിട്ട് മാറി. അപ്പോഴാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോകുന്നത്. ഡോക്ടർ തന്നെ കുറേ വഴക്ക് പറഞ്ഞു. അപ്പോൾ നിങ്ങളെങ്കിലും ശ്രദ്ധിക്കുക, നിറയെ വെള്ളം കുടിക്കുക. നമ്മൾ തണുപ്പ് കാലമാകുമ്പോൾ ദാഹം ഇല്ലാത്ത കാരണം നമ്മൾ വെള്ളം കുടിക്കുന്നില്ല. അതാണ് മെയിൻ ഇഷ്യൂ. അപ്പോൾ എന്താ പറയുക, പർപ്പസ്ഫുള്ളി നമ്മളൊരു ജഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് വന്ന തെറ്റ് നിങ്ങൾക്ക് വരാതിരിക്കാനാണ് ഞാനിതെടുത്ത് പറയുന്നത്. പിന്നെ നാളെയാണ് വാലന്റൈൻസ് ഡേ. അപ്പോൾ എനിക്ക് പറ്റുമോന്ന് അറിയില്ല വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ഇടാൻ. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീനാസ് കറിവേൾഡിൽ വാലന്റൈൻസ് സ്പെഷ്യൽ ആയിട്ടുള്ള പല റെസിപ്പീസ് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് തേങ്ങാപ്പാൽ എങ്ങനെയാണ് ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കുക എന്നുള്ള വീഡിയോ. അപ്പോൾ ഇത് അറിയുന്നവർക്കൊക്കെ വളരെ സിമ്പിളായി തോന്നുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷേ കുക്കിംഗ് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ അതൊരു വലിയൊരു ബാലി കയറാൻ മല തന്നെയാണ്, എനിക്കറിയാം. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന തേങ്ങ ഡയറക്റ്റ് ആയിട്ട് മിക്സിയിലിട്ട് വെള്ളം ഒഴിച്ചടിക്കുന്ന, പച്ചവെള്ളം ഒഴിച്ചടിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അസലായിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് തേങ്ങാപ്പാൽ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് തേങ്ങാപ്പാൽ എടുക്കാമെന്ന് നോക്കാം. ഇത് ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ് കേട്ടോ. ആദ്യമായിട്ട് കുക്കിംഗ് ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് തേങ്ങാപ്പാൽ അത്ര എടുക്കാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് കാരണം ഇടുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 3 ബോക്സ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തണുപ്പുള്ള തേങ്ങ ആയതുകൊണ്ട് നമ്മൾ നേരെ ഇത് മിക്സിയിലിട്ട് അടിച്ചിട്ട് പാലെടുക്കുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാല് പിരിഞ്ഞു പോകും. നമ്മൾ കറികളിലൊക്കെ ഒഴിക്കുമ്പോൾ ആ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത വശം തന്നെ നമ്മൾ ഒരിക്കൽ പോലും തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റില്ല. ഒന്നാമത് ഐസ് പോലെ ഇരിക്കുന്ന തേങ്ങയാണ്. അപ്പോൾ ഇതിൽ വെറുതെ പച്ചവെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ തണുത്തിരിക്കുന്ന തേങ്ങേനെ റൂം ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ 2 തരത്തിൽ നമുക്ക് അങ്ങനെ അതിനെ റൂം ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓവനിൽ വെച്ചിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ചൂടാക്കി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ചൂടാക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ തണുപ്പ് മാറിയിട്ട് സാധാരണ രീതിയിൽ ചൂടാവുന്നവരെ നമ്മൾ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ ഓവനില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും ഞാനൊരു മെത്തേഡ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓവനിൽ വെച്ചിട്ട് എങ്ങനെയാണ് തേങ്ങയുടെ തണുപ്പ് മാറ്റാൻ നോക്കാം. അപ്പോൾ ഒരു ബോക്സ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരിക്കലും ഈ ബോക്സോട് കൂടിയിട്ട് നിങ്ങൾ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കാൻ പാടില്ല. അതായത് ഇത് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഇത് ഓവനിൽ വെച്ച് ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശമാണ് നമ്മുടെ ഹെൽത്തിന് കേട്ടോ. ആ കാര്യം ഒന്ന് എപ്പോഴും ശ്രദ്ധിക്കണേ. അപ്പോൾ ഒരു ഓവൻ പ്രൂഫ് പാത്രം എടുക്കുക. ഇപ്പോഴത്തെ മിക്ക ഗ്ലാസിൻ്റെ ബൗളും നമുക്ക് ഓവനിൽ വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേകിച്ച് പാത്രം വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കട്ടിയുള്ള പാത്രം, അതിലോട്ട് ഞാനിപ്പോൾ 2 ബോക്സ് തേങ്ങ എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇപ്പോൾ ഇനി തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് ഞാനിപ്പോൾ 2 ബോക്സ് ഫ്രോസൺ ആയിട്ടുള്ള, അതായത് ഇപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഞാനത് ബോക്സോട് കൂടി വാങ്ങിക്കും. അതിനുശേഷം ഫ്രീസറിൽ വെക്കും. ഫ്രീസറിൽ വെക്കണമെങ്കിൽ 1-2 ആഴ്ചയൊക്കെ അത് കേടാവാതിരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത തേങ്ങ നമ്മൾ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അതിന് വേണ്ടി നമുക്ക് ഓവൻ ഓപ്പൺ ചെയ്യാം. അതിലോട്ട് നമ്മുടെ തേങ്ങ വെച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഓവൻ അടയ്ക്കാം. ഇനി നമ്മൾ കറികളൊക്കെ ചൂടാക്കുന്ന പോലെ തന്നെ ടൈം സെറ്റ് ചെയ്യുക. ടൈം ഞാനിപ്പോൾ ഇവിടെ 1.5 മിനിറ്റാണ് വെക്കാൻ പോകുന്നത്. 1.5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് അടിക്കുക. 1.5 മിനിറ്റ് കൊണ്ട് അതിൻ്റെ തണുപ്പൊക്കെ മാറി ഏകദേശം ആ ഒരു റൂം ടെമ്പറേച്ചറിലോട്ട് ഇത് വന്നോളൂ കേട്ടോ. ഒരുപാട് നമ്മൾ ഇതങ്ങ് ചൂടാക്കി കഴിഞ്ഞാൽ ആകെ അങ്ങ് ഡ്രൈ ആയിട്ട് മാറും. അങ്ങനെ പാടില്ല. ജസ്റ്റ് ഇതിൻ്റെ തണുപ്പ് പോയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ 1.5 മിനിറ്റാണ് ഞാൻ എപ്പോഴും 2 ബോക്സ് തേങ്ങ തണുപ്പ് മാറ്റാൻ ഉപയോഗിക്കുന്ന സമയം. അല്ലെങ്കിൽ ഡീഫ്രോസ്റ്റ് ചെയ്യാം. ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നത് കാരണം ഞാൻ ഡീഫ്രോസ്റ്റ് ചെയ്യാറില്ല. എപ്പോഴും ഇതുപോലെ 1.5 മിനിറ്റ് അടിച്ചു കൊടുക്കുകയാണ് എപ്പോഴും പതിവ്. നമുക്ക് ഓവൻ തുറക്കാം. 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതാ നമ്മുടെ തേങ്ങ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 1.5 മിനിറ്റ് ആയപ്പോഴേക്കും ചെറിയൊരു ചൂട് വന്നിട്ടുണ്ട്. ചെറിയ ചൂട് വന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതേസമയം ഓവറായിട്ട് ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തേങ്ങയുടെ ആ ഒരു സോഫ്റ്റ്നെസ് പോയി ഡ്രൈ ആയിട്ട് മാറും. അതെപ്പോഴും സൂക്ഷിക്കുക. ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ നമുക്ക് 1.5 മിനിറ്റ് അടിച്ച് കഴിഞ്ഞാൽ ശരിക്കും റൂം ടെമ്പറേച്ചറിലുള്ള തണുപ്പ് ആവുള്ളൂ തേങ്ങയ്ക്ക് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ തണുപ്പ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തണുപ്പ് മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ എപ്പോഴും തേങ്ങാപ്പാൽ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ
ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. ഫ്രോസൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊസീജിയർ കാണിച്ചത് കേട്ടോ. അപ്പോൾ അത് ഓവനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഇനി ഓവൻ ഇല്ലാത്ത സാധാരണക്കാർക്ക്, ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ഫ്രിഡ്ജ് ഉണ്ടാവും പക്ഷേ ഓവൻ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ തണുത്ത ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങയുടെ ബോക്സിൽ നിന്ന് തേങ്ങ അത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഓവനിൽ മെത്തേഡാണ് എപ്പോഴും ഫോളോ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ജാൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതായത് ഒരു പാത്രത്തിലോട്ട് ഫ്രോസൺ തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലോട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒഴിക്കാൻ പാടില്ല. ഒരു 1/2 ഗ്ലാസോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴേക്കും ഇതിൻ്റെ തണുപ്പൊക്കെ കംപ്ലീറ്റ് മാറി റൂം ടെമ്പറേച്ചറിലോട്ട് നമ്മുടെ തേങ്ങ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് 1/2 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വെള്ളം ഒഴിക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആവും നമ്മുടെ തേങ്ങ. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് പാലെടുക്കണം. ഈ രീതിയിൽ നമുക്ക് തേങ്ങയുടെ തണുപ്പ് മാറ്റാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഓവനിൽ വെച്ചിട്ടും തേങ്ങയുടെ തണുപ്പ് മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കംഫർട്ടബിൾ ആയി തോന്നുന്നത് ആ രീതി നിങ്ങൾ ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിനി തേങ്ങാപ്പാൽ ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 1-ാം പാൽ എങ്ങനെ എടുക്കാമെന്നും 2-ാം പാൽ എങ്ങനെ എടുക്കാമെന്നും കാണിച്ചു തരാം. ഞാനിപ്പോൾ 3-ാം പാൽ എടുക്കാറില്ല സത്യം പറയുകയാണെങ്കിൽ കേട്ടോ. കാരണം 1-ാം പാൽ 2-ാം പാൽ മാത്രമേ ഇപ്പോൾ എൻ്റെ റെസിപ്പിയിൽ ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അളക്കാം തേങ്ങ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ അളവ് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ അളവ് ഗ്ലാസ് 240 ml ഗ്ലാസ്സിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് 1-ാം പാൽ എടുക്കാം. 1-ാം പാൽ എന്ന് പറഞ്ഞാൽ അധികം വെള്ളമൊന്നും ചേർക്കാത്ത പാലാണ്. പണ്ടൊക്കെ 1-ാം പാൽ എടുക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ നമ്മുടെ എന്താ പറയുക മസ്ലിൻ ക്ലോത്ത് എന്ന് പറയില്ലേ, അല്ലെങ്കിൽ മുണ്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടുള്ള മുണ്ടിൽ ഈ തേങ്ങ മാത്രം, അത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ്, നല്ല തേങ്ങ ഇട്ടിട്ട് ഒട്ടും വെള്ളം ഇല്ലാണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് 1-ാം പാൽ എന്നൊക്കെ പണ്ട് പറയാറില്ല. ഇപ്പം പിന്നെ മിക്സിയൊക്കെ ആയതിനു ശേഷം അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളങ്ങ് പിഴിഞ്ഞെടുക്കുക. അത് കട്ടിപ്പാൽ കിട്ടും. അതിന് 1-ാം പാൽ എന്ന് പറയുന്നത്. അപ്പോൾ 1 ഗ്ലാസ് അളന്നെടുത്തിട്ടുണ്ട് ഞാൻ. അത് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് ഒരുമിച്ചിട്ടിട്ട് നമുക്ക് നോക്കാം. 2 ഗ്ലാസ് തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലായാലും തേങ്ങയുടെ ഉള്ളിലോട്ട് നമ്മൾ 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം, ഓവർ ചൂടാവാൻ പാടില്ല, അത് ലൂക്ക് വാം വാട്ടർ എന്ന് പറയില്ലേ, നേരിയ ചൂടുള്ള വെള്ളം നമുക്ക് 1/2 ഗ്ലാസോളം ഈ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ചിലവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിളച്ച വെള്ളം ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. പെട്ടെന്ന് അങ്ങനെ മേലേക്ക് ഈ തെറിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്, അത് മുഖം കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ചെറിയ ചൂടുവെള്ളം ഒഴിക്കാനാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1/2 ഗ്ലാസോളം ചെറിയ ചൂടുവെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. ഓക്കെ, നന്നായിട്ട് ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇപ്പം ഉപയോഗിക്കുന്നത് നമ്മുടെ ജ്യൂസ് അരിക്കുന്ന അരിപ്പയാണ്. അതിനുശേഷം നമുക്ക് ചായ അരിക്കുന്ന അരിപ്പയിൽ കൂടെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിഴിഞ്ഞെടുക്കാം. കട്ടി തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ വളരെ കുറച്ചേ കിട്ടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ 2 ഗ്ലാസ് തേങ്ങയുടെ ഉള്ളിലോട്ട് നമ്മൾ 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും കട്ടിപ്പാൽ എന്ന് പറയുമ്പോൾ വളരെ കുറച്ചേ കിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാവരും ടിൻഡ് കോക്കനട്ട് മിൽക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും അത് വാങ്ങിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ ടേസ്റ്റ് മറ്റേതിന് കിട്ടില്ല. മറ്റേതിന് ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ് അതിനെന്തായാലും കിട്ടില്ല. അപ്പോൾ പുറത്തുള്ള കുട്ടികൾക്കൊക്കെ നിവൃത്തിയില്ല, അവർക്ക് ഇതൊന്നും ഉണ്ടാവും, ഫ്രഷായ തേങ്ങ കിട്ടാൻ പറ്റാത്തത് കൊണ്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ്. പക്ഷേ അപ്പോൾ മാക്സിമം നമ്മളിതിൽ നിന്ന് പാല് പിഴിഞ്ഞെടുക്കുക. ഞാൻ തിരിച്ചിത് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഇടുന്നത് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 2-ാം പാൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണേ. ഇത് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കുന്നതാണ്. 2 ഗ്ലാസ് തേങ്ങയിൽ നിന്ന് എങ്ങനെയാണ് പാലെടുക്കുക എന്നുള്ള എക്സാമ്പിളാണ്. എനിക്കിപ്പോൾ നമ്മുടെ ഓലൻ ഉണ്ടാക്കണം, അതായത് കുമ്പളങ്ങ ഓലനില്ലേ, അതിലോട്ട് എനിക്ക് നല്ല കട്ടി തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തേങ്ങാപ്പാൽ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അളന്നിട്ട് എത്ര കിട്ടിയെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. പിന്നെ തേങ്ങാപ്പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് തേങ്ങയുടെ ക്വാളിറ്റി അനുസരിച്ച് മാറ്റം വരും. നല്ല തേങ്ങയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള പാല് കുറച്ച് കൂടുതൽ കിട്ടും. പക്ഷേ മോശം തേങ്ങയാണെന്നുണ്ടെങ്കിൽ ആ പാലിൻ്റെ അളവ് കുറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് എത്ര ഗ്ലാസ് പാല് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. എനിക്കിവിടെ 3/4 ഗ്ലാസ് നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തേങ്ങയുടെ അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് 1/2 ഗ്ലാസ് കിട്ടിയെന്ന് വരും, ചിലപ്പോൾ 3/4 ഗ്ലാസ് കിട്ടിയെന്ന് വരും. അപ്പോൾ അതും മാറ്റങ്ങളുണ്ടാവും. ഇങ്ങനെയാണ് നമുക്ക് കട്ടി തേങ്ങാപ്പാൽ എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള തേങ്ങയിലേക്ക് 2-ാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കും. ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഇത് വീണ്ടും ഹൈ സ്പീഡിലിട്ട് അടിച്ച്
ഒരു മിനിറ്റോളം അടിച്ചതിന് ശേഷം വീണ്ടും ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ തന്നെ നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ അരിച്ചെടുക്കാം. ബാക്കി കിട്ടുന്ന തേങ്ങയിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാലാണ് മൂന്നാം പാല് കിട്ടുക കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ മൂന്നാം പാല് ഞാൻ എടുക്കുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ രണ്ടാം പാല് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേന മെഴുക്ക് വരട്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ തേങ്ങാപ്പാലുള്ള, ഇന്ന് ആ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കാണ് ഞാൻ രണ്ടാം പാൽ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കാമെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. ഞാനതൊരു ദിവസം കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഞാൻ അത് വാങ്ങിക്കാത്ത കാരണം ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഫ്രഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യൂ. മാക്സിമം ഇതിൽ നിന്ന് ഇതേപോലെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് 1.25 ഗ്ലാസ്സോളം തേങ്ങാപ്പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു നല്ല തിക്കായിട്ടുള്ള അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാം. ഞാൻ ആദ്യം അരിച്ചത് ജ്യൂസ് അരിപ്പയിൽ കൂടെ ആയിരുന്നു. ഇത് നല്ല കുറച്ചും കൂടെ കമ്പികൾ, നിറയെ കമ്പികളുള്ള കാരണം ഗ്യാപ്പ് കുറവാണ്. അതുകൊണ്ട് ഇതിൽ കൂടെ നമുക്ക് അരിച്ചെടുക്കാം. കണ്ടോ? അപ്പോൾ ഇത്രയും തേങ്ങ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒട്ടും തേങ്ങയില്ലാത്ത തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും. അവസാനം ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന കട്ടിപ്പാലും അരിച്ചെടുക്കാം. അപ്പോൾ അതിലത്തെ അരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 തരത്തിലുള്ള തേങ്ങാപ്പാലും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടാം പാലും ഇത് ഒന്നാം പാലും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും എങ്ങനെയാണ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിതിൽ 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ദേ കംപ്ലീറ്റ് ഇതിൻ്റെ ചൂടൊക്കെ പോയി റൂം ടെമ്പറേച്ചറിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ തിരിഞ്ഞ് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അങ്ങ് പിഴിഞ്ഞാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തേങ്ങാപ്പാൽ കിട്ടും. അപ്പോൾ ഈ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു തേങ്ങയിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടി തേങ്ങാപ്പാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കട്ടി തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ നിന്ന് തേങ്ങ എടുത്തിട്ട് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുന്നേക്കാളും പകരമായിട്ട് 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഈ ചൂടാറിയതിന് ശേഷം റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള ഒന്നാം പാല് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഇതിലോട്ട് ഒരു 1/2 തൊട്ട് 3/4 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ രണ്ടാം പാലും കിട്ടും. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ ഇത് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല. എനിക്കിപ്പോൾ ഇത് അരയ്ക്കേണ്ട ആവശ്യമുണ്ട് മീൻകറിയിലേക്ക്. അതുകൊണ്ട് ഞാനിത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെന്ന്. ഞാൻ ഒരു ദിവസം ഇപ്പോൾ നമ്മൾ രാത്രിയൊക്കെ തേങ്ങാപ്പാൽ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. രാവിലെ അതിൻ്റെ തണുപ്പ് മാറ്റിയതിന് ശേഷം, അതായത് ഇതേപോലെ തന്നെ നമ്മൾ ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് 10-20 സെക്കൻഡ് അടിച്ചു കൊടുത്ത് തണുപ്പാറ്റിയതിന് ശേഷം ഞാൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒരു ദിവസത്തിൽ കൂടുതൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ പിരിയുന്ന പോലെ ഒരു പേടി തോന്നുന്നതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ പലരും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും ടിപ്സ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഓവനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലൊന്ന് ഇറക്കി വെച്ചാൽ മതി. അപ്പോഴും അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് കറികളിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. എല്ലാ സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി തേങ്ങാപ്പാൽ റെസിപ്പീസൊക്കെ ചെയ്യാൻ മടി വിചാരിക്കരുത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയ ശേഷം എന്നോട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു. കമ്മ്യൂണിറ്റി ഫാമിനെ പറ്റി ഒന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്, കഴിഞ്ഞ വർഷം അല്ലേ. കമ്മ്യൂണിറ്റി ഫാമിന്റെ അകത്തൊന്ന് കയറി കണ്ടിട്ട് പോവാം. മല്ലിയുടെ മണം, മല്ലി നമ്മുടെ ഫ്രഷ് കൊറിയാണ്ടർ ലീവ്സ് ഇല്ലേ, അതിന്റെ നല്ല മണം. വെള്ളം ഒഴിക്കാൻ പൈപ്പ് ഇട്ടുണ്ടാവര്. ഇത് എക്സ്ട്രാ അവര് വന്നപ്പോ സ്നേഹത്തിനായി ഒഴിക്കണം. സൂര്യകാന്തി നമ്മ പിടിച്ച് നിന്നിട്ട് വലിയ അഭ്യാസം കാണിക്കുന്നത്. അവര് ചിലപ്പോ കൈ വയ്ക്കും. എടുത്തുണ്ട്, ഫോട്ടോ എടുത്തുണ്ട്. ഇവിടെ നിന്ന് ബ്രൊക്കോളിയില് പൂക്കാൻ പാടില്ല. പൂക്കാൻ പാടില്ല. ബ്രൊക്കോളി ഇല്ലല്ലോ. ബ്രൊക്കോളി കുറച്ച് വന്നപ്പോ തന്നെ കൊച്ചിക്കാര്. ഞങ്ങള് കോളിഫ്ലവർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എല്ലാം പറിച്ച് പിന്നെ ഇന്നിപ്പോ ഒന്നേന്ന് വെച്ചിരിക്കണം. ഈ സമയത്താണ് ഒന്നിരാടാ. ഇനി മറ്റന്നാ വരും മേഡത്തിന് ലീവുള്ള. ഇതിപ്പോ നന തന്നെ നടന്നോളില്ലേ, തന്നെ നനയ്ക്കും എത്തൂല അല്ലേ. അപ്പൊ അതാണ് നമ്മള് വന്ന് നനയ്ക്കുന്നത്. അത്ര ധാരാളമാണല്ലേ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം ഏരിയ ഉണ്ട്.
അതിന്റെ ഉള്ളിലുണ്ട് ഒളിച്ചിരിക്കുകയാണ് പുള്ളിക്കാരൻ. ഇതെന്താ? അത് ലെറ്റൂസാണ്. അത് വിത്തിന് വേണ്ടി ഇഷ്ടംപോലെ പറിച്ച് അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തേക്ക് വിത്തിന് നിർത്തി. വിത്തായി ആ വെള്ളപ്പൂവെല്ലാം വിത്താണ്. അത് സിസർ കൊണ്ടുവന്നില്ല കട്ട് ചെയ്തെടുക്കാൻ. മറ്റേത് വെള്ളപ്പൂ പറിക്കുമ്പോ പറന്നങ്ങ് പോകണം. ഇത് വിത്താണല്ലേ? പൂ വെച്ചേക്കും. എല്ലാവരും നട്ടുണ്ടാക്കിയാണ് പറക്കാൻ ഞാൻ പറയാൻ വന്നതല്ലടാ.